അതെ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കഴിക്കുന്ന മസാല ദോശേൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതിനും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിലും ഗംഭീരമായിട്ട് കിട്ടും. 1-2 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വഴിയേ പറയാം. പിന്നെ അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ ഈ ഒരു വലുപ്പത്തിന് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ട് പിന്നെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്, ഒരു 3 പച്ചമുളക്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളിതൊക്കെ കൂട്ടി ഈ സാധനം വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും 1 ടീസ്പൂൺ അളവിൽ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പും വേണം കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇത് നല്ലൊരു സ്വാദ് കൊടുക്കാനായിട്ട് നിർബന്ധമായിട്ട് ഇത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തും 2-3 വറ്റൽമുളകും വേണം കേട്ടോ. വറ്റൽമുളക് അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ എടുത്ത് വെക്കുക. പിന്നെ വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബീൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസും കൂടി എടുത്തോളൂ. ബീൻസും കൂടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാദ് നല്ല ഗംഭീരമായിട്ട് കൂടത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മാവൊക്കെ തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവൊക്കെ അരച്ച് വെക്കുന്ന പെർഫെക്റ്റായിട്ട് ഈ തണുപ്പ് സമയത്ത് നമുക്ക് കിട്ടാനുള്ളൊരു വീഡിയോ ഞാൻ മുൻപേ ചെയ്ത് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണെങ്കിൽ കൂടി മാവ് നല്ല ഗംഭീരമായിട്ട് തന്നെ പൊങ്ങി നല്ല പതഞ്ഞ് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനോടെ കിഴങ്ങിട്ട് വേവിക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലാണെങ്കിൽ പോലും അത് ഉള്ളൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെ കാണപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തോലൊക്കെ ചെത്തി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്ത് ഇനി ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ വെള്ളം വാർത്ത് കഴിഞ്ഞിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഉടച്ചെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ മുഴുവനോടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില സമയത്താണെങ്കിൽ പോലും അത് ശരിക്കും അങ്ങ് എന്താ പറയുക നന്നായിട്ട് ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഉരുളക്കിഴങ്ങ് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടോ നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു സ്പാച്ചിലയോ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മസാല ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതിന് കൂടുതൽ സ്വാദ് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ അളവിലുള്ള ഉഴുന്നും 1 ടീസ്പൂൺ അളവിൽ സാമ്പാർ പരിപ്പും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയൊരു പീസ് ഇഞ്ചിയും വറ്റൽ മുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പരിപ്പും ഇതെല്ലാം കളറ് മാറുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഒരുപാട് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഒന്ന് മൂത്ത് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയും അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവോളയിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം ഉപ്പ് ചേർക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും നല്ല സോഫ്റ്റായിട്ട് വരുവാണ് വേണ്ടത്. ഒരുപാട് ഇത് കുക്കറിലൊന്നിട്ടിട്ട് ജസ്റ്റ് വേവിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു എണ്ണയിൽ തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്ന ശേഷം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് നല്ലൊരു കളർഫുള്ളായിരിക്കും നമ്മൾ മസാല ദോശ. അത് തന്നെയല്ല സ്വാദിൻ്റെ കാര്യത്തിലും നല്ലൊരു വ്യത്യാസമുണ്ട്. ഞാനിതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബീട്രൂട്ടൊന്നും ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഇതാണ് കേട്ടോ. ഇതൊന്നുകൂടി നല്ല സ്വാദുണ്ട്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഈ ഒരു ക്യാരറ്റിലേക്കും അതുപോലെ ഈ ബീട്രൂട്ടിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് വഴട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിലേക്കൊക്കെ നല്ല വേണ്ട പോലെ ഉപ്പ് പിടിക്കുകയും ചെയ്യും. പിന്നെ ഇത് അതൊന്ന് മൂത്ത് ഒന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന ടൈമിലാണ് നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതേ വേണ്ട വിധത്തിൽ നന്നായിട്ട് തന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ക്യാരറ്റും ബീട്രൂട്ടും സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ച് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇച്ചിരി ഇട്ട് കൊടുക്കുന്നതിൽ നല്ല സ്വാദ് കിട്ടും കേട്ടോ. അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. പക്ഷേ അതിലും ഒത്തിരിയും കൂടി കുറച്ചുകൂടി ഇതിന് സ്വാദ് നൽകുന്നത് നമ്മളുടെ ഈ ഒരു മല്ലിയിലയാണ്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, വളരെ കുറച്ച് എമൗണ്ട് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ഉപ്പ് വളരെ കുറവായിരുന്നു ഇട്ടേ. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇത് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമ്മൾ വഴറ്റണം. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിന് സ്വാദിൽ വ്യത്യാസം വരും.
വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഈ ഒരു പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു എന്താ പറയുക ചട്ടീൻ്റെ നടുവശത്തുള്ള എണ്ണയുള്ള സ്ഥലത്തോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് എണ്ണയെ കിടന്ന് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് വരണം. ആ മുരിഞ്ഞ് വരുമ്പോഴാണ് ഈവനായിട്ടുള്ള ആ സ്വാദ് നമുക്ക് മൊത്തത്തിൽ ആ ഒരു മസാലയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ മുരിച്ചെടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം അതൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ അതുവരെയും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ചേർക്കരുത്. എപ്പോഴും സൺഫ്ലവർ ഓയിലിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴായിരിക്കും ആ മസാല ദോശേൻ്റെ ഓർഗൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നെയ്യൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചോളൂ. അതൊക്കെ സ്വാദ് കൂട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല നമ്മളെ പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞ് എല്ലാം നമ്മൾ ഈവനായിട്ട് ആ ഒരു ചേർത്ത് വെത്ത് വെജിറ്റബിൾസിലേക്കൊക്കെ ഈവനായിട്ട് ആ സ്വാദൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുഴുങ്ങി പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മളുടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഈ ഒരു വെജിറ്റബിൾസിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ വശത്തോട്ടും ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്കും കൂടി ചേരുന്ന വിധത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ ഈ പൊടികളും ഒക്കെ ചേർക്കാനായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഈ ഒരു ടൈമിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ടൈമിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ ആ കിഴങ്ങ് നന്നായിട്ട് തന്നെ തോലൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ കിഴങ്ങ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് കളയണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്താക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ചേർക്കുക. ഇനിയിപ്പോൾ ആ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. നല്ല തിളച്ച വെള്ളം ഉണ്ടാവുമല്ലോ, തിളച്ച വെള്ളം ചേർക്കുക കേട്ടോ. നല്ല ക്രീമി ആക്കി എടുക്കുക. ഇതുപോലെ നിങ്ങൾ വിചാരിക്കും കറി പോലെ വെള്ളം കൂടി പോകുമെന്ന് വിചാരിക്കും. പക്ഷേ വെള്ളം കൂടത്തൊന്നുമില്ല. ഇത് കണ്ടോ, ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ക്രീമി ആക്കിയിട്ട് നമ്മൾ ആ മസാല എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈവനായിട്ട് നല്ല സ്വാദ് നമുക്കിത് കിട്ടും. റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഇന്ത്യൻ കോഫീസിലൊക്കെ ഞങ്ങളൊക്കെ ഇത് കഴിക്കാനായിട്ട് 4 മണിക്ക് പോകുന്നൊരു ശീലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ പിന്നെ അപ്പോൾ അങ്ങനെ ഒരു 3, 3:30, 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവും. ഇത് കഴിക്കും, മസാല ദോശ കഴിക്കും, തിരിച്ചു വരും. പക്ഷേ അങ്ങനെ ആ ഒരു ഇഷ്ടത്തിൽ നിന്നാണ് നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള ഒരു ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ അതിൽ പിന്നെ നമ്മൾ ആ പോക്ക് നിർത്തി. കാരണം അതിലും സ്വാദിൽ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. നല്ല ക്രീമി ആയിട്ട് ഇരിക്കണം. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒത്തിരി ലൂസാവുകയും ചെയ്യരുത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. എന്നാലായിരിക്കും ആ ഒരു ദോശേൻ്റെ ഉള്ളിൽ ഇതും കൂടി വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി സ്വാദാണ് കേട്ടോ. പറയാനൊന്നുമില്ല, അതിഗംഭീര സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മസാല തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ചേർക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്നാമത്തെ ഒരു കാര്യം സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും പിന്നെ ആ ഒരു വറ്റൽമുളകും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പരിപ്പും ഉഴുന്നും അത് സ്കിപ്പ് ചെയ്യരുത്. അതാണ് പെർഫെക്റ്റായിട്ട് ഈ ഒരു ഈവനായിട്ട് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു മണവും നല്ലൊരു പ്രത്യേക സ്വാദും ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 സെക്കൻഡും കൂടി. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ എരിവ് കുറവുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മുളക് പൊടിയൊന്നും ചേർക്കണ്ട. കാരണം ഓൾറെഡി നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുരിയിച്ചാണ് മസാല ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പച്ചക്കുത്ത് വരും മസാലയ്ക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു വളരെ പിഞ്ചളവിൽ മാത്രം കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇതേ ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പാനിലേക്ക് നമ്മൾ ദോശ പരത്തിയെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തന്നെ ഈ ഒരു ദോശ ഒഴിച്ചിട്ട് ദോശ നന്നായിട്ട് മുരിഞ്ഞ് വരാനായിട്ടുള്ള നെയ്യും കൂടി നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമായിരിക്കും ഈ മസാലക്കൂട്ടും കൂടി വെച്ചെടുക്കുമ്പോൾ ആ ഒരു മസാലേൻ്റെയും നെയ്യിൻ്റെ ഒക്കെ നല്ല ഓർഗൻറ്റിക് ആയിട്ടുള്ള മസാല ദോശേൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ദോശ റെഡിയായി. ഇനി നമ്മൾ അതിലേക്ക് വേണ്ട മസാല ഇതുണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള മസാല ഇതുപോലെ വെച്ചിട്ട് അങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ. അതിഗംഭീരമായിട്ടുള്ള മണമാണ്. നല്ല നെയ്യിൻ്റെയും ഈ ഒരു മസാലക്കൂട്ടിൻ്റെയും കൂടി സ്വാദിഷ്ടമായിട്ടുള്ള മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് തരാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞു വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. കണ്ടിട്ട് നമ്മളെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ കൂട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മസാല ദോശ ഞാൻ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് സ്വാദ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ 2-3 സെക്കൻഡ് മുന്നേ മാത്രം പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കി മസാല ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ മൂടി വെക്കുക. നമ്മളെപ്പോഴാണോ ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിലിട്ടിട്ട് ഇതുപോലെയും ചെയ്തെടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് തന്നെയല്ല, പുറമേ പോയിട്ടുണ്ടെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ കുട്ടികളെ ഏറെ ആസ്വദിച്ച്, ഇപ്പോൾ എൻ്റെ ഇവിടുന്ന് നമ്മൾ മക്കളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അത് വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തന്നെ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യുക. സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റിനെക്കാട്ടി നല്ല സൂപ്പറായിട്ടുള്ള മസാല ദോശ ഇതുപോലെ നമുക്ക് വീടുകളിൽ ചുട്ടെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്രീമി ആയിട്ട് എടുക്കാനും അതുപോലെ തന്നെ നെയ്യ് ആവശ്യത്തിന് ഒഴിച്ച് നല്ല മുരിയിച്ചെടുക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ദോശയ്ക്ക് ഉണ്ടാക്കി എടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതുണ്ടോ, നല്ല ക്രീമി ആയിട്ട് ആ നെയ്യൊക്കെ കൂട്ടി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.